ആത്യന്തികമായി ക്യാൻസർ എന്ന് പറയുന്ന ഒരു ജനിതക രോഗം. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ അമൃതയിൽ ഫെലോഷിപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു രോഗി 50 വയസ്സ് കഴിഞ്ഞിട്ടില്ല, 50-55 വയസ്സുള്ള പ്രായമുള്ള ഒരു റിട്ടയർമെൻറ്റ് ഏജിനടുത്തിരിക്കുന്നു. അപ്പോൾ അവർക്കൊരു ബ്രസ്റ്റ് ക്യാൻസർ കഴിഞ്ഞ 20 വർഷമായിട്ട് അവർ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കഴിക്കുന്നുള്ളൂ. അവർ സ്വന്തം അടുക്കള തോട്ടത്തിലുള്ള വെജിറ്റബിൾസാണ് കഴിക്കുന്നത്. വെള്ളം കിണറ്റുന്നുള്ള ശുദ്ധമായ നാട്ടുപുറത്താണ് ജീവിക്കുന്നത്. സ്ട്രെസ്സാണെങ്കിൽ കാര്യമായ സ്ട്രെസ്സില്ല. ടീച്ചിങ് അവർക്ക് വലിയ പാഷനാണ്, വലിയ സ്ട്രെസ്സൊന്നുമില്ല, കുടുംബജീവിതവും സന്തോഷമാണ്, എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു സ്ത്രീയാണ്. അവരെൻ്റെ അടുത്ത് അന്ന് ഈ ചോദ്യം ചോദിച്ചു, എനിക്ക് എന്തുകൊണ്ട് ഈ രോഗം വന്ന ഡോക്ടർ? ഞാൻ ഈ ചോദ്യം എൻ്റെ പ്രൊഫസറോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, താങ്കൾ തന്നെ ഇതിന് ഉത്തരം കണ്ടുപിടിക്കും. ആ രോഗി ശസ്ത്രക്രിയയൊക്കെ കഴിഞ്ഞ് ഡിസ്ചാർജ് ആവുന്ന സമയത്ത് ഇതേ ചോദ്യം എൻ്റെ പ്രൊഫസറോട് നമ്മുടെ റൗണ്ട്സിനിടയിൽ രോഗി ചോദിച്ചു. അന്ന് പ്രൊഫസർ എന്നെ ഒന്ന് നോക്കി, എനിക്ക് ഉത്തരം വിദ്യ ഓർക്കുന്നത് എനിക്ക് ഉത്തരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം അതിന് ഉത്തരം പറഞ്ഞു, താങ്കൾക്ക് 55 വയസ്സിലാണല്ലോ ക്യാൻസർ. താങ്കൾ ഈ ജീവിതചര്യ അല്ലെങ്കിൽ ഈ ഭക്ഷണ രീതി ഒന്നും അല്ലാതെ പിന്തുടർന്നെങ്കിൽ താങ്കൾക്ക് 40 വയസ്സിൽ ക്യാൻസർ വരാനുള്ള റിസ്ക് ഉണ്ടായിരുന്നു. ക്യാൻസറിന് ഒരുപക്ഷെ ഡിലേ ചെയ്യാൻ പക്ഷേ ഒരുപക്ഷെ ക്യാൻസർ വരാതിരിക്കാൻ ഒരു പ്രിവെൻഷൻ, ഒരു വാക്സിൻ എടുക്കുന്ന പോലെ അല്ല എന്നുള്ളത് ആണ് എനിക്ക് അന്ന് മനസ്സിലായ കാര്യം. ഇപ്പോഴും പല രോഗികളും ചോദിക്കുമ്പോൾ ഞാൻ കൊടുക്കുന്ന